31 വർഷങ്ങൾക്ക് ശേഷം മലയാള സിനിമയിൽ അത്ഭുതം സംഭവിക്കാൻ പോകുന്നു. ഒരു ഈച്ചയിലൂടെയാണ് ആ അത്ഭുതം നടക്കുക. അത് എന്താണെന്നല്ലേ? ഒരു അനിമേറ്റഡ് ക്യാരക്ടർ മുഖ്യ കഥാപാത്രമാകുന്ന ഒരു സിനിമ വരുന്നു. 1993 ശ്രീകുമാർ കൃഷ്ണൻ നായർ എന്ന കെ ശ്രീകുട്ടന്റെ സംവിധാനത്തിൽ മലയാളത്തിൽ പുറത്തിറങ്ങിയ ഒരു പരീക്ഷണ ചിത്രമായിരുന്നു ഓ ഫാബി. അനിമേറ്റഡ് ക്യാരക്ടറെ ഉൾപ്പെടുത്തി ഇറങ്ങിയ ചിത്രം അന്ന് ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. എന്നാൽ ആ സിനിമയെ പ്രേക്ഷകർക്ക് ഉൾക്കൊള്ളാൻ സാധിച്ചിരുന്നില്ല. സിനിമയും ഗാനങ്ങളും ശ്രദ്ധേയമായിരുന്നു. അനിമേഷൻ എന്ന സാങ്കേതിക വിദ്യയുടെ തുടക്കകാലത്തായിരുന്നു ഓ ഫാബി എന്ന സിനിമ ഇറങ്ങിയത്. അതുകൊണ്ടാകാം തിയേറ്ററുകളിൽ വലിയ വിജയമാകാതിരുന്നത്. അതിനുശേഷം അത്തരത്തിലൊരു സിനിമ മലയാളത്തിൽ ഉണ്ടായിട്ടില്ല. എന്നാൽ 2012 SS രാജമൗലിയുടെ സംവിധാനത്തിൽ ഈഗ എന്ന പേരിൽ ഒരു ഈച്ചയെ കേന്ദ്ര കഥാപാത്രമാക്കി അനിമേറ്റഡ് ചിത്രം ഇറങ്ങിയിരുന്നു. തെലുങ്കിൽ പുറത്തിറങ്ങിയ ചിത്രം പിന്നീട് തമിഴിലും എത്തി. നാനി, സുദീപ, സാമന്ത എന്നിവരായിരുന്നു അതിലെ പ്രധാന താരങ്ങൾ. ഈ സിനിമ ബോക്സ് ഓഫീസിൽ കോടികളാണ് കളക്ഷൻ നേടിയത്. അപ്പോഴും മലയാളത്തിൽ ആ ഗണത്തിൽപ്പെട്ട സിനിമ ചെയ്യാൻ ആരും തയ്യാറായില്ല. ഇപ്പോഴിതാ ഓ ഫാബി ഇറങ്ങി 31 വർഷങ്ങൾക്ക് ശേഷം മോളിവുഡിൽ അത്തരമൊരു സിനിമ സംഭവിക്കുന്നു. ഒരു അനിമേറ്റഡ് ക്യാരക്ടർ മുഖ്യ കഥാപാത്രമായി എത്തുന്ന ഹൈബ്രിഡ് ചിത്രമാണ് മലയാളത്തിൽ ഇറങ്ങാൻ പോകുന്നത്. ലവ്ലി എന്ന് പേരിട്ടിരിക്കുന്ന ചിത്രം 3D ഫോർമാറ്റിലാണ് എത്തുക. ഫാന്റസി കോമഡി ഡ്രാമയായാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. ഈ സിനിമയുടെ പുതിയ പോസ്റ്റർ അടുത്തിടെ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിരുന്നു. അത് ഏറെ വൈറലാവുകയും ചെയ്തു. ലവ്ലിയിൽ നായിക കഥാപാത്രമാണ് അനിമേറ്റഡ് ക്യാരക്ടർ ആകുന്നത്. അതിന് അണിയറ പ്രവർത്തകർ തിരഞ്ഞെടുത്തിരിക്കുന്നത് ഒരു ഈച്ചയെയാണെന്നതും ശ്രദ്ധേയമാണ്. മാത്യു തോമസ് ആണ് നായകൻ. ദിലീഷ് കരുണാകരനാണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. മലയാള സിനിമയുടെ ചരിത്രത്തിൽ തന്നെ ഒരു സിനിമയുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾക്കായി കൂടുതൽ ദിവസമെടുത്താണ് ഈ ചിത്രം ഒരുക്കുന്നത്. 400 ദിവസത്തിലേറെയാണ് പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾക്കായി വേണ്ടി വന്നത്. നായിക കഥാപാത്രമായി എത്തുന്ന ഈച്ചയുടെ സീനുകൾ 45 മിനിറ്റോളം ദൈർഘ്യമുണ്ട്. ഷൂട്ടിങ്ങിന് വേണ്ടി 51 ദിവസം മാത്രമേ എടുത്തുള്ളൂവെങ്കിലും പോസ്റ്റ് പ്രൊഡക്ഷൻ ജോലികൾക്കാണ് കൂടുതലും സമയമെടുത്തത്. സിനിമയുടെ 3D കൺവെർട്ട് ജോലികൾ പുരോഗമിക്കുന്നതായി സംവിധായകൻ ദിലീഷ് കരുണാകരൻ പറഞ്ഞു. അടുത്ത വർഷം ജനുവരിയിലാണ് സിനിമയുടെ റിലീസിന് പദ്ധതിയിട്ടിരിക്കുന്നത്. ഹോളിവുഡിലൊക്കെ അനിമേറ്റഡ് ക്യാരക്ടറുകൾ പ്രധാന കഥാപാത്രങ്ങളായെത്തുന്ന സിനിമകളിൽ സിനിമാ താരങ്ങൾ തന്നെ അവയ്ക്ക് ശബ്ദം കൊടുക്കുന്നത് പോലെ ലവ്ലിയിൽ നായികയായി എത്തുന്ന ഈച്ചയ്ക്ക് ശബ്ദം കൊടുത്തിരിക്കുന്നത് നടി ഉണ്ണിമായ പ്രസാദാണ്. ടമാർ പടാർ എന്ന ചിത്രത്തിന് ശേഷം ദിലീഷ് കരുണാകരൻ തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്ന ചിത്രം കൂടിയാണ് ലവ്ലി. ചിത്രത്തിൻ്റെതായി ഇറങ്ങിയ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ അടുത്തിടെ വൈറലായിരുന്നു. ഒരു വലിയ ഈച്ചയുടെ മുന്നിൽ ഒരു കുഞ്ഞു മനുഷ്യൻ നിൽക്കുന്നതായിട്ടാണ് ഫസ്റ്റ് ലുക്ക് പോസ്റ്ററിൽ കാണിച്ചിരിക്കുന്നത്. സെമി ഫാന്റസി ജേണറിൽ എത്തുന്ന ചിത്രം നിർമ്മിക്കുന്നത് വെസ്റ്റേൺ ഗഡ്സ് പ്രൊഡക്ഷൻസിന്റെയും നേനി എന്റർടൈൻമെന്റ്സിന്റെയും ബാനറിൽ ശരണ്യ സി നായരും ഡോക്ടർ അമർ രാമചന്ദ്രനും ചേർന്നാണ്. മാത്യു തോമസിനെ കൂടാതെ മനോജ് കെ ജയൻ, ഉണ്ണിമായ, KPSC ലീല തുടങ്ങിയവരാണ് ചിത്രത്തിൽ പ്രധാന വേഷത്തിലെത്തുന്നത്. ചിത്രത്തിന്റെ ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത് സംവിധായകൻ ആഷിഖ് അബുവാണ്. വിഷ്ണു വിജയ് സംഗീത സംവിധാനം നിർവഹിക്കുന്ന സിനിമയുടെ എഡിറ്റിംഗ് കിരൺ ദാസ് ആണ് നിർവഹിക്കുന്നത്. പ്രൊഡക്ഷൻ ഡിസൈൻ ജ്യോതിഷ് ശങ്കർ, കോ പ്രൊഡ്യൂസർ പ്രമോജ് ജി ഗോപാൽ, ആർട്ട് കൃപേഷ് അയ്യപ്പൻകുട്ടി, പ്രൊഡക്ഷൻ കൺട്രോളർ കിഷോർ പുരക്കാട്ടിരി, CGI ആൻഡ് VFX ലിറ്റിൽ ഹിപ്പോ സ്റ്റുഡിയോസ്, ക്യാരക്ടർ ഡിസൈൻ അഭിലാഷ്, കോസ്റ്റ്യൂം ദീപ്തി അനുരാഗ്, സൗണ്ട് ഡിസൈൻ നിക്സൺ ജോർജ്, ഗാനരചന സുഹൈൽ കോയ, ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ ഹരീഷ് തെക്കേപ്പാട്ട്, വെതർ സപ്പോർട്ട് അഭിലാഷ് ജോസഫ്, ആക്ഷൻ കോറിയോഗ്രാഫി കലൈ സിംഗ്സൺ, DI കളർ പ്ലാനറ്റ് സ്റ്റുഡിയോസ്, PRO AS ദിനേശ്, ആതിര ദിൽജിത്ത്, സ്റ്റിൽസ് R രോഷൻ, പബ്ലിസിറ്റി ഡിസൈൻ യെല്ലോ ടൂത്ത്, മീഡിയ ഡിസൈൻസ് ഡ്രിപ്പ് വേവ് കളക്റ്റീവ് തുടങ്ങിയവരാണ് ഈ സിനിമയുടെ അണിയറ പ്രവർത്തകർ.